2025 ഫെബ്രുവരി മാസം PSC നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാമുകളുടെ ലിസ്റ്റ് PSC കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ടെക്നിക്കൽ PSC എക്സാമുകൾ ഏതെല്ലാമാണ് നമ്മൾ ഫെബ്രുവരി മാസം നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ലെക്ചറർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെന്റ് പോളിടെക്നിക്സിലേക്കുള്ള 03/2024 വരുന്ന കാറ്റഗറി നമ്പറോട് കൂടിയിട്ടുള്ള എക്സാം ആണ്. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഒരു എക്സാം നടത്തുന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും ആ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ഇടുന്നുണ്ടാവുക. ദെൻ എക്സാം നടക്കാനായിട്ട് പോകുന്നത് 6/2/2025 അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1153 പേരാണെന്നുള്ളത് നോക്കാം. ദെൻ അടുത്തായിട്ട് വരുന്നത് ട്രേഡ്സ്മാൻ വെൽഡിംഗ് 136/2024 കാറ്റഗറി നമ്പറാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും എക്സാമിന് ശേഷം വരുന്നുണ്ടാവുക. ട്രേഡ്സ്മാൻ പോലെയുള്ള എക്സാമുകളെല്ലാം ഇതുവരെ നടന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമുകളായിട്ടാണ്. അപ്പോൾ ഈ പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, എല്ലാ ജില്ലകളിൽ നിന്നുള്ള വേക്കൻസികൾ അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു ഒറ്റ എക്സാമിലൂടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് നടത്താനായിട്ട് PSC തീരുമാനിച്ചുള്ളത് 17/2/2025 6976 പേരാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഈ ഒരു എക്സാം വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് 30/2024 കാറ്റഗറി നമ്പറുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു എക്സാം നടത്താനായിട്ട് പോകുന്നത്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് തന്നെ 18/2/2025 ഈ ഒരു എക്സാം നടത്താനായിട്ട് പോകുന്നത്. 38,270 പേരാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു എക്സാം ആയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 2018 ഈ ഒരു എക്സാം നടന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രീവിയസ് സിലബസ് വെച്ചിട്ടായിരുന്നു ഈ ഒരു എക്സാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ PSC ഇപ്പോൾ നമുക്ക് സിലബസ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിലെ സിലബസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പുതിയ സിലബസിൽ വന്നിട്ടില്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നമായിട്ട് വന്നത്. നോക്കി അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ IO എന്ന് പറയുന്ന പോസ്റ്റ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് വരുന്നത് 036/2024 ഓവർസിയർ ഗ്രേഡ്, അതായത് മെക്കാനിക്കൽ ഓവർസിയർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് തന്നെയാണ്. 19/2/2025 ഈ ഒരു എക്സാം നടത്താനായിട്ട് പോകുന്നത്. 7074 പേരാണ് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദെൻ അടുത്തത് വരുന്നത് 070/2024 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ലിസ്റ്റ് തന്നെ 20/2/2025 എക്സാം നടത്താനായിട്ട് പോകുന്നത്. 9461 പേരാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് വരുന്നത് 135/2024 ട്രേഡ്സ്മാൻ പോസ്റ്റ് തന്നെ. അത് ഇത്തവണ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്, RAC എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു പോസ്റ്റ് വിളിച്ചുള്ളത്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. 25/2/2025 ഈ എക്സാം നടത്താനായിട്ട് പോകുന്നത്. 3555 പേരാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വരുന്നത് 137/2024 ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. 27/2/2025 എക്സാം നടത്താനായിട്ട് PSC ഉദ്ദേശിക്കുന്നത്. 5722 പേർ മാത്രമേ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ദെൻ 196/2024 ട്രേഡ്സ്മാൻ ടേണിംഗ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. 28/2/2025 എക്സാം നടത്താനായിട്ട് പോകുക. 3259 പേർ മാത്രമേ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കുറേയധികം എക്സാമുകൾ എല്ലാവർക്കും എല്ലാ ട്രേഡ് കഴിഞ്ഞവർക്കും ഈ ഒരു ഫെബ്രുവരി മാസത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു എക്സാം കഴിഞ്ഞ് ഒരു 8 മാസ കാലയളവ് കൊണ്ട് നമുക്ക് അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ അഡ്വൈസും അപ്പോയിന്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് 2026 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2026 നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ദെൻ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 12/12/2024 മറക്കാതെ എല്ലാവരും ആ ഒരു ഡേറ്റിന് മുന്നേ തന്നെ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൺഫർമേഷൻ എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുകയുണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട്
ഓർത്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സൈലന്റ് ടെക്നിക്കൽ എക്സാംസിന്റെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.